ഇന്നലെ വൈകി വന്നൊരു വാർത്തയായിരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം വരുന്നു എന്നുള്ള കാര്യം വിജിലൻസ് മേധാവി തന്നെ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ശശിക്കെതിരെ കൂടി ഇന്നലെ PV അൻവർ MLA തിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി CPM-ന് അദ്ദേഹം ഔദ്യോഗികമായി കൊടുത്തു. പ്രത്യേക ദൂതൻ വഴിയാണ് ഈ പരാതി എത്തിച്ചു കൊടുത്തത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ദിലീപ് കുമാറും തത്സമയം ചേരുന്നു. ആദ്യം സലീം മാലിക്കിലേക്ക്. സലീം ആൻഡ് ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സലീം, ഏറ്റവും അവസാന വിവരം എന്തൊക്കെയാണ്? കാരണം PV അൻവർ വിടാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെയും അദ്ദേഹം ശക്തി പ്രാപിക്കുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ്. PV അൻവർ MLA ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ അത് ശശിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ കടുപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ PV അൻവർ MLA തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ശശിക്കെതിരായി കത്ത് എഴുതി നൽകിയിരിക്കുന്നത്. നേരത്തെ MV ഗോവിന്ദൻ സ്വീകരിച്ച ഒരു നിലപാട് PV അൻവർ MLA ഔദ്യോഗികമായി കത്ത് മുഖാന്തരം അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം എഴുതി നൽകിയാൽ പരിശോധിക്കാം എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് ADGP MR അജിത് കുമാറിനെ തള്ളിപ്പറയുമ്പോഴും ശശിയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വമോ സർക്കാരോ തയ്യാറായിരുന്നില്ല. അതിൽ PV അൻവർ MLA-ക്ക് തന്നെ വലിയ അമർഷവും ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് പ്രത്യേക ദൂതൻ വഴി ശശിക്കെതിരായ പരാതി എഴുതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ വിഷയത്തിൽ എന്ത് നിലപാട് പാർട്ടി സ്വീകരിക്കും, CPIM സ്വീകരിക്കും എന്നുള്ളതിലൊരു വലിയ രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. MV ഗോവിന്ദൻ നിലവിൽ വിദേശത്താണ്. അതിനുശേഷമാകും ഇന്ന് സാധാരണ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരേണ്ട ദിവസമാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി നാട്ടിലില്ലാത്തതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നതിന് ശേഷമാകും ചേരുക. അതിനുശേഷം ഈ വിഷയത്തിൽ ഉറപ്പായും ചർച്ചയുണ്ടാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷ മുന്നണിയിലെ തന്നെ ഒരു MLA, അത് ശക്തനായ ഒരു MLA നൽകിയ പരാതി, അത് ഇനി പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശശിക്കെതിരെ എന്ത് നിലപാട് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ശശി സംരക്ഷിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇങ്ങനെ ഒരു കത്ത് എന്ന നിലയിൽ തന്നെ പരാതി എഴുതി നൽകാൻ PV അൻവർ MLA തീരുമാനിച്ചത്. അതിനിടയിൽ ഈ വിജിലൻസ് അന്വേഷണം നേരത്തെ DGP ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ ആ വിജിലൻസ് അന്വേഷണം വല്ലാതെ വൈകിയതും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയാണ് വിജിലൻസ് അന്വേഷണത്തിന് അനുമതി കൊടുക്കാത്തത് എന്നുള്ളതായിരുന്നു വലിയ വിമർശനം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ഇന്ന് തന്നെ തീരുമാനിക്കുമെന്നുള്ളത് മാത്രമല്ല, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത പരാതി നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യും. നിലവിൽ വിവിധ വിഷയങ്ങൾ 5 വിഷയങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവിൻ്റെ പകർപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആ വിഷയങ്ങളിൽ വലിയ വിഷയങ്ങളായി തന്നെ പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിഷയം, മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇത്രയും വിഷയങ്ങളാണ് നിലവിൽ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ അത് അക്കമിട്ട് തന്നെ എഴുതിയിട്ടുമുണ്ട്. DGP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം, വിജിലൻസ് അന്വേഷണം നടത്തുക. DGP നിർദ്ദേശിച്ചതനുസരിച്ച് ആ വിഷയത്തിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിലെ ഒന്നാമത്തെ വിഷയമായി പറയുന്നത് മരം മുറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ മലപ്പുറത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മരം മുറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം MR അജിത് കുമാറും ഒപ്പം സാജൻ സ്കറിയയും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കത്തിനെ ചൊല്ലിയുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കും. മൂന്നാമത്തെ വിഷയം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടും വന്ന ആരോപണങ്ങളാണ് മൂന്നാമതായി അന്വേഷിക്കുക. നാലാമതായി അന്വേഷിക്കുക കവടിയാറിലെ ആഡംബര വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അതിന്റെ സോഴ്സ് ഉൾപ്പെടെ വ്യക്തമാക്കുക എന്നുള്ളതാണ് നാലാമത്തെ ആവശ്യം. അഞ്ചാമത്തെ ആവശ്യം ഈ അനധികൃതമായ സ്വത്ത് സമ്പാദനം MR അജിത് കുമാർ നടത്തി എന്നുള്ള ആരോപണമാണ്. അങ്ങനെ ഈ 5 വിഷയങ്ങളാണ് PV അൻവർ MLA-യുടെ പരാതിയിൽ വിജിലൻസും അന്വേഷിക്കുക. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ ഒരേ സമയം വിജിലൻസിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെയും അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു കൗതുകം. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ പുതിയ രാഷ്ട്രീയ തീരുമാനം, അതായത് ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും, അതുപോലെ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ CP എടുത്ത നിലപാടുമൊക്കെയായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവും എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ നിരീക്ഷകൻ ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, താങ്കൾക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് SKN. ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ ADGP MR അജിത് കുമാർ ഇനി തുടരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം DGP തലത്തിലുള്ള 2 അന്വേഷണമാണ് അദ്ദേഹം നേരിടുന്നത്. ഒന്ന് വിജിലൻസ് DGP ആയ
യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവുമാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് അന്വേഷണം തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അത് പ്രധാനമായും ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിജിലൻസിൻ്റെ അന്വേഷണം വരിക. അദ്ദേഹം തിരുവനന്തപുരത്ത് കവടിയാറിൽ ഭൂമിയും അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുന്നതിനും വേണ്ടി സ്വത്ത് വാങ്ങിക്കൂട്ടി എന്നതാണ് ഒരാരോപണം. മറ്റൊന്ന് ഓൺലൈൻ ചാനലുടമയായ ഷാജിൻ സ്കറിയ എന്നയാളിൽ നിന്ന് 1.5 കോടി രൂപ അദ്ദേഹം ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് കൈപ്പറ്റി എന്ന ആരോപണം. മറ്റൊരു ആരോപണം ബന്ധുക്കളെ ഉപയോഗിച്ച് അദ്ദേഹം സ്വത്ത് സമ്പാദനം നടത്തി. ബന്ധുക്കളെ ഉപയോഗിച്ച് ഈ സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിനും ബന്ധുക്കളെ ഉപയോഗിച്ചു എന്നതാണ്. 5-മത്തെ ആരോപണം ഈ മലപ്പുറത്തെ ഡാൻസ് ഓഫ് സുജിത് ദാസ് തുടങ്ങിയവരുമായൊക്കെ ചേർന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനം. ഇങ്ങനെ 5 കാര്യങ്ങളിലുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. രാഷ്ട്രീയമായി ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ DGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നുകിൽ ഈ 2 DGP തല അന്വേഷണം നേരിടുന്ന ADGPയെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുമോ അതോ അദ്ദേഹത്തോട് അവധിയിൽ പോകാൻ സർക്കാർ ആവശ്യപ്പെടുമോ എന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നടപടിയുള്ളൂ എന്നതാണ്. പക്ഷേ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് കടുപ്പിക്കുകയാണ്. RJDയുമൊക്കെ ഈ RSS ബന്ധം സംബന്ധിച്ച കാര്യത്തിൽ വിശദമായ ചർച്ച വേണം, അക്കാര്യത്തിൽ നടപടി വേണം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി കൈവിടുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. P ശശിക്കെതിരെയും ഇപ്പോൾ PV അൻവർ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ADGP MR അജിത് കുമാറിൻ്റേതടക്കം ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ അത് ഒതുക്കി തീർക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം എഴുതി നൽകിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്, അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത്, അദ്ദേഹത്തിന് എഴുതി നൽകിയ പരാതിയിൽ പറയുന്നത്. ഏതായാലും CPIMനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് സങ്കീർണമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ജീൻസ് കുര്യാക്കോസ് ചോദിക്കുന്ന SKN ഇന്നലെ ഫ്ലവേഴ്സിൻ്റെ ലൈവിൽ വന്നിരുന്നു. തീർച്ചയായിട്ടും ഞാൻ 5 മണിക്ക് തന്നെ ലൈവിൽ വന്നിരുന്നു. പ്രേക്ഷകരുമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ യൂട്യൂബിൽ ഫ്ലവേഴ്സ് TV ലൈവായിട്ട് കണ്ടു തുടങ്ങിയതിന് ശേഷം പ്രേക്ഷകർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു, വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഫ്ലവേഴ്സ് കോമഡി എന്ന ഔദ്യോഗികമായ യൂട്യൂബ് ചാനലിൽ, ഫ്ലവേഴ്സിൻ്റെ ചാനലിൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തൊട്ടടുത്തായി കാണുന്ന ജോയിൻ ബട്ടണിൽ വിരലമർത്തിയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ലഭിക്കും. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. എന്നിട്ട് നിങ്ങൾക്ക് നിരന്തരമായി ഫ്ലവേഴ്സ് TVയുടെ പ്രോഗ്രാമുകളും അതുപോലെ മറ്റുള്ള വീഡിയോകളും അതുപോലെ പുതുതായി നിർമ്മിക്കുന്ന സീരീസുകളും ഒക്കെ ആസ്വദിക്കാൻ അവസരം ഉണ്ടാകും.